ഹലോ ഗൈസ്, ഞാൻ നിങ്ങളുടെ സാംരാജ് ആർ ബി എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇതുവരെ അപ്ലോഡ് ചെയ്ത വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ഒരു എൻഗേജ്മെൻറ്റ് ഫംഗ്ഷനായിട്ടാണ്. കാക്കമൂല വെള്ളയാണി എന്ന സ്ഥലത്താണ് എൻ്റെ ഒരു അളിയൻ്റെ വീട്. അപ്പം അളിയൻ്റെ ഒരു എൻഗേജ്മെൻറ്റ് ഫംഗ്ഷന് ഞാനും എൻ്റെ കുടുംബവും പങ്കെടുക്കുകയുണ്ടായി. അപ്പോൾ ആ ഫംഗ്ഷനിൽ അന്ന് നടന്ന കാര്യങ്ങളും ആണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ എനിക്ക് അവിടെ ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഹാളിൻ്റെ സീലിംഗ് വർക്ക് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ആ സീലിംഗ് വർക്കും ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ വീഡിയോ തീർത്ത് കാണുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ സീലിംഗ് വർക്കൊക്കെ ഈ വീഡിയോയിൽ കാണാൻ പറ്റൂ. അപ്പോൾ വീഡിയോ തീർത്ത് കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ എൻ്റെ വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എന്നെനിക്കറിയാം. ഇനിയും തുടർന്ന് എൻ്റെ വീഡിയോകൾ കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോസിൽ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഹാളിൽ എൻഗേജ്മെൻറ്റ് ഫംഗ്ഷന് വേണ്ടി വന്ന് വണ്ടിയിൽ നിന്നൊക്കെ ഇറങ്ങി പോകുന്നത് തൊട്ട് അവിടുന്ന് യാത്ര കഴിഞ്ഞ് പിരിയുന്നത് വരെയുള്ള ഭാഗങ്ങൾ ഞാൻ അതിലെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇതുവരെ ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസുകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ട്രാവൻകൂർ മ്യൂസിക് ബാൻഡ് എന്ന പ്രോഗ്രാം, വയലിൻ ഫ്യൂഷൻ. ഏകദേശം 11ഓളം പ്രോഗ്രാം ഞാനത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഗെയിംസ് ഓർക്കസ്ട്ര എന്ന് പറയുന്ന അവരുടെ ഒരു ഗാനമേള, അപ്പോൾ അതും ഞാൻ ഈ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾ കാണുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു എൻഗേജ്മെൻറ്റ് ഫംഗ്ഷനാണ്. അപ്പോൾ കൂടുതലായിട്ട് ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഹലോ ഗൈസ്, ഞാൻ നേരത്തെ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ ഒരു എൻഗേജ്മെൻറ്റ് ഫംഗ്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വെള്ളയാണി കാക്കാമൂല എന്ന സ്ഥലത്ത് എനിക്കൊരു അളിയനുണ്ട്. അളിയൻ്റെ എൻഗേജ്മെൻറ്റ് ഫംഗ്ഷനായിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ എടുത്തിരിക്കുന്നത്. അപ്പോൾ സ്വീകരണ ചടങ്ങൊക്കെ കഴിഞ്ഞ് അളിയനും ബന്ധുമിത്രാദികളൊക്കെ ഹാളിലേക്ക് കയറുന്നു. അപ്പോൾ എല്ലാ കല്യാണത്തിനും കാണുന്നത് പോലെ വെൽക്കം ഡ്രിങ്ക്സും ഈ കല്യാണത്തിനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് ആൾക്കാരിങ്ങനെ കുശലങ്ങളൊക്കെ പറഞ്ഞ് പുറത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ശ്രീ ശാസ്ത്ര NS ഓഡിറ്റോറിയം ഹള്ളിയൂർ എന്ന ഹാളിൽ വെച്ച് ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് എന്തായാലും ഫ്രണ്ടിലോട്ട് പോയി ആ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ആയതിനാൽ ആ ഫംഗ്ഷൻ്റെ കുറച്ച് ഭാഗങ്ങൾ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. പിന്നെ നമ്മൾ ആൾക്കാരൊക്കെ ഇങ്ങനെ കുശലങ്ങളൊക്കെ പറഞ്ഞ് ബന്ധുമിത്രാദികളൊക്കെ ഇങ്ങനെ ഇരിപ്പുണ്ട്. അപ്പോൾ ഫംഗ്ഷനൊക്കെ ഇങ്ങനെ കഴിഞ്ഞ ആൾക്കാരിങ്ങനെ കുശലങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഒരു പൂവിൻ്റെ പടം ബാക്ക്ഗ്രൗണ്ട് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബന്ധുമിത്രാദികളൊക്കെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തിരക്കൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ കല്യാണങ്ങൾ, വിവാഹങ്ങൾ, എൻഗേജ്മെൻറ്റ് ഇങ്ങനെയൊക്കെ ഫംഗ്ഷൻ വരുമ്പോഴാണല്ലോ ബന്ധുക്കളൊക്കെ ഒരിടത്ത് കൂടുന്നത്. അപ്പോൾ അതിൻ്റേതായ സന്തോഷം അവരവിടെ പ്രകടിപ്പിക്കുന്നതാണ്. പിന്നെ നമ്മുടെ സദ്യ, അപ്പോൾ എൻഗേജ്മെൻറ്റൊക്കെ കഴിഞ്ഞ് അവർ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. ഇത് മൂന്നാമത്തെ കളരി എന്തോ ആണ്. അപ്പോൾ നല്ല ആളുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ മൂന്നാമത്തെ കളരി ഇപ്പോൾ ആൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 ഐറ്റം പായസവും അങ്ങനെ ഒരു ഉച്ചയ്ക്കുള്ള നമ്മൾ നല്ല സദ്യ കഴിക്കാൻ പറ്റി. അപ്പോൾ തുടർന്ന് ബന്ധുക്കളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ ഒരളിയൻ ഫോട്ടോ എടുത്ത് തകർക്കുകയാണ്. അപ്പോൾ നമുക്ക് അറിയാമല്ലോ, ഇങ്ങനെയൊക്കെ നമ്മൾ കല്യാണം, ബർത്ത്ഡേ പാർട്ടി ഇങ്ങനെയൊക്കെയുള്ള ഫംഗ്ഷൻ വരുമ്പോഴാണ് കൂടുതലും ബന്ധുക്കളൊക്കെ ഒരിടത്ത് ഒന്നിച്ച് കൂടുതൽ ചാൻസ് ഉള്ളത്. അപ്പോൾ അവരത് മാക്സിമം ഈ സമയങ്ങളിൽ അവർ മുതലാക്കുന്നതാണ്. അപ്പോൾ നല്ല രീതിയിൽ അവർ സംസാരിച്ചും കാര്യങ്ങളൊക്കെ സന്തോഷിക്കും, പ്രകടിപ്പിക്കും. ബന്ധുമിത്രാദികൾ അങ്ങനെയൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, നേരത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മുടെ ഹാളിൻ്റെ സീലിംഗ് വർക്കിലോട്ട് കിടക്കുകയാണ്. അപ്പോൾ സീലിംഗ് ഹാളും വർക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു കണക്കില്ലാത്ത ലൈറ്റുകളാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എണ്ണി എനിക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഗൈസ്, അപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് കാണുന്നത് പോലെ സീലിംഗ് വർക്ക് കാണാവുന്നതാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഏകദേശം ഫംഗ്ഷനൊക്കെ കഴിയാറായി. അപ്പം തിരിച്ചു പോകാനുള്ള ഐഡിയയിലോട്ട് കിടക്കുകയാണ്. അപ്പോൾ ലാസ്റ്റ് ഫോട്ടോ എടുപ്പൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഏകദേശം ആൾക്കാരിപ്പം തന്നെ വീടുകളിലേക്ക് മടങ്ങിയിട്ടുണ്ട്. അത് കുറച്ച് പേരൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം നല്ല ആൾ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ അടുത്തത്
ലാസ്റ്റ് പ്രാർത്ഥനയിലോട്ട് കടന്നിരിക്കുകയാണ്. അപ്പോൾ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പം ഇതൊക്കെ കഴിഞ്ഞാൽ അടുത്ത് തിരിച്ച് വീട്ടിലേക്കും പോകുന്നതാണ് പ്രോഗ്രാം. അപ്പോൾ അളിയനും സംഘമൊക്കെ അതാ പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ വന്നവരെല്ലാം അവരവരെ വാഹനങ്ങളിലൊക്കെ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ളവർ കുറച്ച് പേരുണ്ട്. അപ്പോൾ അത് വാഹനത്തിലോട്ടൊക്കെ കടന്നിരിക്കുന്നു. നമ്മൾ ഞങ്ങളും കുറച്ച് പേരേ ഉള്ളൂ ഈ വണ്ടിയിൽ കയറാൻ. അപ്പോൾ എല്ലാവരും വണ്ടിയിൽ കയറുന്നുണ്ട്. അപ്പോൾ വണ്ടിയിൽ കയറി എല്ലാവരും അങ്ങനെ ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റ. അപ്പോൾ നിങ്ങൾ യാത്ര തിരിക്കുകയാണ്. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ.